രേണു ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു, രേണു ചേച്ചി അങ്ങനത്തെ അത്തരം ഫ്രണ്ട്ഷിപ്പുകളും ചേച്ചി ദയവ് ഇത് ഒഴിവാക്കുക. എന്ത് ഗുണം ഉണ്ടായിട്ടാണ് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ വെച്ച് നടക്കുന്നത്? ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നത്, നമ്മൾ എല്ലാവരും ചേർത്ത് പിടിക്കും. കാരണം മലയാളികൾ അങ്ങനെയാണല്ലോ. ചേച്ചി തുടക്കത്തിൽ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ വീഡിയോ വൈറലാവണതിന് മുമ്പേ, അതായത് കുറെ ആൾക്കാർ വീഡിയോ വൈറലാവണതിന് മുമ്പെയാണ് ഓൾറെഡി നമ്മളിത് അറിയുന്നത്. അപ്പൊ അത് അറിഞ്ഞപ്പോ തന്നെ ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് ഓൾറെഡി അത് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, വേറൊരു മുഖേന അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല രേണു ചേച്ചിനെ. ഞാനത് മനസ്സിൽ വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചേച്ചി ഹെൽത്ത് വൈസ് ചേച്ചി ഓക്കെ അല്ല എന്ന് എനിക്കറിയാം. കാരണം ചേച്ചി നന്നായിട്ട് ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞു, ചേച്ചി ഫുഡ് കഴിക്കാറുണ്ടോ, നന്നായിട്ട് ഫുഡ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, ഇലവർഗ്ഗങ്ങൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് അങ്ങനെ സംസാരിച്ച സമയത്താണ് പിന്നെ ചേച്ചി ഓപ്പൺ ആയി പറഞ്ഞത്. രേണുവിനെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. ലാസ്റ്റ് ഒരു ആൽബത്തില് ആർജലിച്ചു ഒരു ആൽബത്തില് അതിലും എന്തോ ഈ രേണു മരിക്കുന്നതായിട്ടുള്ളൊരു സീൻ. അപ്പൊ ഒരു മൂവി ആ കഥയാണ്, രേണു മരിക്കുന്നതാണ്, അത് ക്യാൻസർ വന്ന് മരിക്കുന്നതായിട്ടുള്ളൊരു കഥയാണ് ആ ലേഡി എടുത്ത് വെച്ചേക്കുന്നത്, ആർജലിച്ചു എന്നൊരു ഡയറക്ടർ. അത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം അവർ അറിഞ്ഞോണ്ട് തന്നെ അവർ ചെയ്താന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഒന്നാമത് രേണു ചേച്ചി ഭയങ്കര പാവാണ്, ഈ കാണുന്ന രേണു അല്ല. പക്ഷെ രേണു ചേച്ചി ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പൊ അടുത്തും കൂടെ രേണുജിന്റെ വീട്ടില് രേണുജിക്ക് ഈ അസുഖം പറഞ്ഞിട്ട് പോലും കുറെ ഒരു യൂട്യൂബർ പോയിട്ട് എന്താണത് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യത്വം പറഞ്ഞ സംഭവം ഇല്ലേ? വീട്ടിൽ പോയിട്ട് എന്താണ് ലൈവ് ഇട്ടിട്ട് കാണിച്ചോണ്ടിരിക്കുക, ഒരു പ്രൈവസി വേണ്ടേ? എന്താ എല്ലാ വിറ്റ് കാശാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. വളരെ മോശം. എനിക്ക് രേണു ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു, രേണു ചേച്ചി അങ്ങനത്തെ അത്തരം ഫ്രണ്ട്ഷിപ്പുകളും ചേച്ചി ദയവ് ഇത് ഒഴിവാക്കുക. എന്ത് ഗുണം ഉണ്ടായിട്ടാണ് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ വെച്ച് നടക്കുന്നത്? ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളൊന്നും ഇതുവരെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ പോലും ഈ രേണു ചേച്ചിന്റെ ഇത് എല്ലാവരും ക്യാൻസർ ആണ് വീഡിയോസ് ഇട്ട സമയത്താണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. രേണു ചേച്ചി ഇന്ന വരെ അത് റിവീൽ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ചേച്ചിയുടെ അക്കൗണ്ടിൽ റിവീൽ ചെയ്യും, ദയവ് ചെയ്ത് ചേച്ചിനെ കൊത്തി വലിക്കുന്ന വീഡിയോ എടുത്തിട്ടത്. അല്ലാണ്ട് ഇപ്പോൾ എല്ലാവരും രേണു ചേച്ചിന്റെ കൂടെ നിന്നിട്ട് കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ട് കൊളാബ് ചെയ്യുന്നത് എന്തിനാവശ്യമുണ്ട്? അതൊക്കെ നമ്മൾ ഉണ്ടായാൽ മതി, നമ്മുടെ മനസ്സുകൊണ്ട് എപ്പോഴും രേണുജിന്റെ കൂടെ ഉണ്ടായാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. അല്ലാണ്ട് അതിന് രേണുജിന്റെ കൂടെ കുറെ വീഡിയോസ് ഇട്ട് കുറെ ഫോട്ടോസ് ഇട്ട് പ്രഹസനം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലൊന്നും ചെയ്ത് ദിയാസനെയാണ് ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു, രേണുവായിട്ട് ചേർന്നിട്ട് ഒരു ഫോട്ടോ. അത് ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കുറെ ആൾക്കാർ വീഡിയോസും ഫോട്ടോസും ഇട്ടത് ഞാൻ കണ്ടായിരുന്നു. എന്താ ജാസിയാണെന്നുണ്ടെങ്കിൽ രേണുവിനോട് വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു രോഗിനെ കാണുന്ന പോലെയാണോ കാണുന്നത്? ഒരിക്കലും അല്ല. ചേച്ചി ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ നമ്മളൊക്കെയാണ്, എനിക്കൊക്കെ അങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ടെൻഷൻ അടിച്ച് നമ്മൾ ഇല്ലാണ്ടായി പോകും. പക്ഷെ രേണു ചേച്ചി എന്നിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്, ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് തോന്നിയത് രേണുവിന്. രേണു തീർച്ചയായിട്ടും ആ അസുഖത്തിൽ നിന്ന് ചേച്ചി റിക്കവർ ചെയ്ത് വരും എന്നാണ് എനിക്ക്. സഹായം ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടോ അപ്പൊ? ഇതുവരെ ഇല്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, ജനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നത്, നമ്മൾ എല്ലാവരും ചേർത്ത് പിടിക്കും. കാരണം മലയാളികൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ മറ്റൊരു ദുബായിലുള്ള ഒരാളെ ഇത് എല്ലാവരും കൂടി ചേർത്ത് പിടിച്ച് അയാളെ നാട്ടിലേക്ക് എത്തിച്ച് ഉമ്മാന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തില്ലേ? അപ്പൊ അതുപോലെ നമ്മളൊരു കാര്യത്തിന് നമ്മൾ എന്തൊക്കെ ആയാലും അറ്റ് ലാസ്റ്റ് നമ്മൾ മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. അപ്പൊ അത് അങ്ങനെ ഒരു സഹായം ചോദിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ്.